വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട അനുഭവങ്ങളിലൂടെ ആഴമായ പ്രാർത്ഥനകളിലും ദൈവിക ധ്യാനത്തിലും വിശ്വാസ സമൂഹം യാത്ര നടത്തുന്ന ദിവസങ്ങളാണല്ലോ ഇത്. അഷിതയുടെ ഓരോ കഥകളും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെ പോലും മനോഹരമായി വർണ്ണിക്കാറുണ്ട്. അത്തരത്തിൽ ഒരനുഭവമാണ് യാത്രക്കിടയിൽ എന്ന കഥയിൽ പറഞ്ഞു വെക്കുന്നത്. ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. വൃദ്ധനായ അച്ഛൻ പറയുകയാണ്, എൻ്റെ മകൻ വളർന്നതൊന്നും ഞാൻ കണ്ടതേ ഇല്ല, അറിഞ്ഞതും ഇല്ല. ഒരമ്മ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും അവൾ അറിയാറുണ്ട്, ആകാംക്ഷയോടെ നോക്കിക്കാണാറുണ്ട്. എന്നാൽ അമ്മയ്ക്ക് അതിനൊക്കെ സാധിക്കുമ്പോൾ പലപ്പോഴും അച്ഛന് ഇത് പലതും അന്യമായി പോകാറുണ്ട്. കുടുംബത്തെ പോറ്റാനുള്ള തത്രപ്പാടിൽ വലിയ തിരക്കിനിടയിൽ നെട്ടോട്ടമിങ്ങനെ ഓടുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കൊഞ്ചലും കുഞ്ഞു വർത്തമാനമൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാനോ എന്തിന് കേൾക്കാൻ പോലും അച്ഛന് സമയം കിട്ടാറില്ല. എന്നാൽ ഇതിങ്ങനെ ചേർന്നിരുന്ന് കേൾക്കാൻ സമയം കണ്ടെത്താത്ത അച്ഛൻ ഒരിക്കലും സമയം പാഴാക്കിക്കളയുകയായിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവരുടെ, തൻ്റെ കുടുംബത്തിൻ്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അയാളിങ്ങനെ ഓടി അലയുകയാണ്. എത്ര നൊമ്പരം ഉണ്ടാകും, എത്ര വേദനയുണ്ടാകും, അതിലേറെ എന്തുമാത്രം സങ്കടം ഉണ്ടാകും അച്ഛൻ പറഞ്ഞ ആ വാക്കിന്. എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച ഞാൻ കണ്ടതേ ഇല്ല, എനിക്ക് അറിയാനും ആയില്ല. ഒരമ്മയുടെ സ്നേഹവാത്സല്യത്തെ ഇങ്ങനെ വാതോരാതെ വാഴ്ത്തിപ്പാടി അതിമനോഹരമായി വർണ്ണിക്കുന്നതിനിടയിൽ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്നതാണ് അച്ഛൻ്റെ സ്നേഹത്തെ, അപ്പൻ്റെ കരുതലിൻ്റെ, അപ്പൻ്റെ കഷ്ടപ്പാടുകളെ ഒക്കെ. ഈ വിശുദ്ധവാരം കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിലേക്ക് അഷിത എന്ന എഴുത്തുകാരി തൻ്റെ ചിന്തകളെ കൊണ്ടുപോയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെയും വേദനകളെയും ഒന്ന് തിരിച്ചറിയാനുള്ള അവസരമാക്കി മാറ്റാം. അമ്മയുടെ അധ്വാനം, അപ്പൻ്റെ വിയർപ്പ്, സഹോദരീ സഹോദരങ്ങളുടെ കരുതലും സ്നേഹവും, അയൽപക്കക്കാരുടെ ബന്ധങ്ങളുടെ ആഴം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തെയൊക്കെ തിരിച്ചറിയാം. ഈ വിശുദ്ധവാരം ജീവിതത്തെ കുറച്ചുകൂടി വിശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.